الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما അഹ്ലുസുന്ന വൽ ജമാഅയുടെ അവരുടെ ഉസൂലുകൾ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന ഒരു കവിതയാണ് നാം വിശദീകരിച്ചു വരുന്നത്. മഹാനായ പണ്ഡിതൻ അബൂബക്കർ അബ്ദുല്ലാഹി ബിൻ സുലൈമാൻ ബിൻ അശ്അഫ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ മൻദൂമത്തുൽ ഹായിയ എന്ന് പറയുന്ന കവിതയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിശ്വാസകാര്യങ്ങൾ നാം സൂചിപ്പിക്കുകയുണ്ടായി. അടുത്തതായി ഇമാം അവറുകൾ അദ്ദേഹം പറയുന്നു, വഖുൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹ്റതൻ കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔളഹു. വഖുൽ, നീ പറയുക, അതുപോലെ നീ വിശ്വസിക്കുകയും ചെയ്യുക. നാം മുമ്പ് പറഞ്ഞു, കുൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പറയുക എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസകാര്യങ്ങൾ അത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ പുസ്തകങ്ങളിൽ കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുകയും നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് അത് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുക, അതിനാണ് കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് വക്കുൽ, നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുക. യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹ്റതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ സൃഷ്ടികൾക്ക് മുൻപിൽ വെളിവാകുന്നതാണ്. അവർക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു വെളിവാകുന്നതാണ്. കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔളഹു. പൂർണ്ണചന്ദ്രൻ അത് ആകാശത്ത് വെളിവാകുന്ന ആ വ്യക്തത പോലെ, പൂർണ്ണചന്ദ്രൻ അത് ആകാശത്ത് വെളിവാകുമ്പോൾ അതിൻ്റെ വ്യക്തത എങ്ങനെയാണോ അതുപോലെ നിനക്ക് അല്ലാഹുവെ കാണാൻ കഴിയും. മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവെ കാണുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വറബ്ബുക ഔളഹു, നിന്റെ റബ്ബ് ആ ചന്ദ്രനേക്കാൾ, ആ വ്യക്തതയേക്കാൾ നിന്റെ റബ്ബ് അതിനേക്കാൾ വ്യക്തമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദിൻ, അല്ലാഹു ജനിച്ചവനല്ല, ഒരാളുടെയും സന്താനമല്ല, അതുപോലെ തന്നെ ഒരാളുടെയും പിതാവുമല്ല. വലൈസ ലഹു ശിബ്ഹുൻ തആലൽ മുസബ്ബഹു, അല്ലാഹുവിന് തുല്യനായി ഒരാളുമില്ല. തആല, അവൻ ഉയർന്നിരിക്കുന്നു, അല്ലാഹു മഹോന്നതനായിരിക്കുന്നു. അൽ മുസബ്ബഹു, അവൻ പരിശുദ്ധപ്പെടുത്തപ്പെടുന്നവനാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അടുത്ത വരിയിൽ അദ്ദേഹം പറയുകയാണ്, വഖദ് യുൻകിറുൽ ജഹ്മിയ്യു ഹാദാ, ജഹ്മികൾ അഥവാ ജഹ്മ് ബിൻ സഫ്വാൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ അനുയായികളെയാണ് ജഹ്മികൾ എന്ന് വിളിക്കാറുള്ളത്. പിഴച്ചുപോയ ഒരു വിഭാഗമാണവർ. അവർ ഈ കാര്യത്തെ നിഷേധിക്കുന്നുണ്ട്. ഏത് കാര്യം? മുഅ്മിനീങ്ങൾ അല്ലാഹുവെ കാണും എന്നുള്ള കാര്യത്തെ അവർ നിഷേധിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇൻദനാ ബിമിസ്ദാഖി മാ ഖുൽനാ ഹദീസുൻ മുസർരിഹു, നാം ഈ പറഞ്ഞിട്ടുള്ള ഈ വിശ്വാസം, ഈ കാര്യം, അതിനെ സത്യപ്പെടുത്തുന്ന, അതിനെ സാധൂകരിക്കുന്ന വ്യക്തമായ ഹദീസ് നമ്മുടെ പക്കലുണ്ട്. ആരാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, റവാഹു ജരീറുൻ അൻ മഖാലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ വാക്കായി മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിക്കുന്നുണ്ട്. ഫഖുൽ മിസ്ല മാ ഖദ് ഖാല ഫീ ദാക തൻജഹു, നീ അള്ളാഹുവിൻ്റെ റുയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ അത് പറയുക, അത് നീ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിജയിക്കാവുന്നതാണ്. ഈ 4 വരികളിലൂടെ ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹം പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്നത്, മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് യൗമുൽ ആഖിറത്തിൽ അല്ലാഹുവിനെ അവർ കാണുന്നതാണ്. അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവെ കാണും എന്നറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. ധാരാളം സഹാബികൾ അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ, അതിനെ കളവാക്കാൻ കഴിയാത്ത വിധം മുത്തവാത്തിറായ നിലക്ക് ഒട്ടനവധി സഹാബികൾ ആ ഹദീസ് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഫമൻ അൻകറ റുഅയതല്ലാഹി ഫഹുവ കാഫിറുൻ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റുഅയത്തിനെ, അള്ളാഹുവിനെ കാണും എന്നുള്ള കാര്യത്തെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവൻ കാഫിറാകുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ജഹ്മികളും മുഅ്തസില വിഭാഗം, അതുപോലെ റാഫിളികൾ, ഇബാദികൾ, ഇങ്ങനെ പല വിഭാഗം പിഴച്ച ആളുകളും ഈ അള്ളാഹുവിനെ കണ്ണുകൾ കൊണ്ട് കാണുമെന്നുള്ള കാര്യം അതിനെ നിഷേധിച്ചവരാണ്. അതുപോലെ അശഅരികളായ ആളുകൾ, മാതുരീദികൾ, അവർ അത് ബാഹ്യമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവർ അതിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്.
അള്ളാഹുവെ കാണുമെന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അറിയലാണ് എന്നവർ അതിനെ ദുർവ്യാഖ്യാനിച്ചതായി കാണാം. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ അവർ ഖിയാമത്ത് നാളിൽ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവെ ദർശിക്കുന്നതാണ്, അള്ളാഹുവെ കാണുന്നതാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഹുവ കാഫിർ. ഖുർആൻ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ കാഫിറാകുന്നു. വമൻ സഅമ അന്നല്ലാഹ ലാ യുറാ ഫഹുവ കാഫിർ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവെ കണ്ണുകൾ കൊണ്ട് കാണുകയില്ല എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവരും കാഫിറാകുന്നു. വമൻ സഅമ അന്നല്ലാഹ ലം യുകല്ലിം മൂസ അലൽ ഹഖീഖതി ഫഹുവ കാഫിറുൻ. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് ഒരാൾ വാദിക്കുന്നതെങ്കിൽ, അവൻ വിശ്വസിക്കുന്നതെങ്കിൽ അവനും കാഫിറാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരു വ്യക്തിയെക്കുറിച്ച് പറയപ്പെട്ടു. ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്? അദ്ദേഹം എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ തആല ലാ യുറാ ഫിൽ ആഖിറ. ആഖിറത്തിൽ അള്ളാഹുവെ മുഅ്മിനീങ്ങൾ കാണുകയില്ല, അള്ളാഹുവെ കാണുകയില്ല. അള്ളാഹുവിന്റെ റുഅ്യത്തിനെ അദ്ദേഹം നിഷേധിക്കുകയാണ്. ആ സമയത്ത് ഫഗദിബ ഗദ്ബൻ ശദീദ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ബി അന്നല്ലാഹ തആല ലാ യുറാ ഫിൽ ആഖിറ ഫഖദ് കഫർ. അള്ളാഹുവിനെ ആഖിറത്തിൽ പരലോകത്ത് വെച്ച് കണ്ണുകൾ കൊണ്ട് കാണുകയില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, വാദിക്കുകയാണെങ്കിൽ അവൻ കാഫിറായിരിക്കുന്നു. അലൈഹി ലഅനത്തുല്ലാഹി വഗദബുഹു. അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപവും കോപവും ഉണ്ടാകുന്നതാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വല്ലദി അലൈഹി ജുംഹൂറു സലഫ്. മുൻഗാമികൾ അവരുടെ എല്ലാവരും, അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ നിലപാടെന്തായിരുന്നു? അന്ന മൻ ജഹദ റുഅ്യതല്ലാഹി ഫിദ്ദാരിൽ ആഖിറ ഫഹുവ കാഫിറുൻ. അള്ളാഹുവിനെ ആഖിറത്തിൽ കാണുകയില്ല, അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ കാഫിറാണ് എന്നതായിരുന്നു സലഫുകളുടെ നിലപാട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഈ മൂന്ന് ഉദ്ധരണികൾ മുൻകഴിഞ്ഞ വലിയ പണ്ഡിതന്മാരാണ്. ഇൽമിന്റെ വിഷയത്തിൽ ഹദീസുകളെ കുറിച്ച് അങ്ങേയറ്റം ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ, സ്വഹാബത്ത്, അവരാണ് ഈ കാര്യം നമുക്ക് അറിയിച്ചു നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുക, ആ റുഅ്യത്തിനെ നിഷേധിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിലേക്കുള്ള നോട്ടം അത് തടയപ്പെടുമെന്ന് വരെ സലഫുകൾ പറഞ്ഞതായി കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു, മൻ അൻകറ റുഅ്യതല്ലാഹ് ഹരിയുൻ അൻ യുഹ്റമ മിൻഹാ. അള്ളാഹുവിന്റെ റുഅ്യത്തിനെ നിഷേധിക്കുന്നവൻ അവന് അത് തടയപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സാധ്യത അങ്ങേയറ്റമുണ്ട് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഖിയാമത്ത് നാളിൽ അള്ളാഹുവെ കാണുക എന്നുള്ളത് അത് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് മഹ്ശറിൽ വെച്ച് അള്ളാഹുവിനെ കാണുക. രണ്ടാമത്തേത് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹുവെ കാണുക. ഈ രണ്ട് സന്ദർഭങ്ങളിലും മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവെ കാണുമെന്നത് ഇജ്മാഉള്ള കാര്യമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ, അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മഹ്ശറിലാണെങ്കിലും സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷവും മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവെ കാണും. അത് ഇജ്മാഉള്ള കാര്യമാണ്. ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ നാദിറ. ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും, അത് സന്തോഷം കൊണ്ട് പ്രശോഭിക്കുന്നതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. ആ മുഖങ്ങൾ അവയുടെ രക്ഷിതാവിന്റെ നേർക്ക് ആ ദൃഷ്ടി തിരിച്ചതായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിലേക്ക് നോക്കുന്നവരായിരിക്കും അവർ. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. നന്മ ചെയ്തവർ, സുഹൃതം ചെയ്ത ആളുകൾ, അവർക്ക് ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. അതോടൊപ്പം വസിയാദത്തുൻ, അവർക്ക് കൂടുതൽ നേട്ടമുണ്ട്, പ്രതിഫലമുണ്ട്. എന്താണ് സിയാദത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹില്ലാ. അള്ളാഹുവിന്റെ മുഖത്തിലേക്ക് നോക്കുക, അള്ളാഹുവിലേക്ക് നോക്കുക എന്നുള്ളതാണ് അസിയാദ എന്നതിൻ്റെ വിശദീകരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ധാരാളം സഹാബത്തിൽ നിന്ന് ഈ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ, അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ ഹുദൈഫ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുമ, അവരിൽ നിന്നെല്ലാം ഈ കാര്യം സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, ഉദ്ഖുലൂഹാ ബിസലാം. മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിൽ സമാധാനത്തോടു കൂടി നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്. ഇത് ശാശ്വത വാസത്തിനുള്ള ദിവസമാകുന്നു അത്. എന്നിട്ട് അവരോട് പറയുന്നു, ലഹും മാ യശാഊന ഫീഹാ. അവർക്ക് ആ സ്വർഗത്തിൽ അവരുദ്ദേശിക്കുന്നത് ഒക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലദൈനാ മസീദ്. എന്നാൽ നമ്മുടെ പക്കൽ കൂടുതലായി ചില കാര്യങ്ങൾ അവർക്കുണ്ട്. എന്താണ് മസീദ് എന്ന് പറഞ്ഞാൽ? അന്നദറു ഇലാ വജ്ഹില്ലാ. അള്ളാഹുവിലേക്കുള്ള നോട്ടം, അള്ളാഹുവിലേക്കുള്ള
നോട്ടം അത് അവർക്ക് കൂടുതലായി നൽകപ്പെടുന്നതാണ് എന്ന് ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗീയ വാസികളോട് പറയുകയാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും, ഞാൻ വല്ല കാര്യവും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരേണ്ടതായിട്ടുണ്ടോ? സ്വർഗീയ വാസികൾ അവർ അല്ലാഹുവിനോട് പറയും, അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശിപ്പിച്ചില്ലേ, അലം തുദ്ഖിലിനൽ ജന്നത വതുനജ്ജീനാ മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തില്ലേ? അല്ലാഹുവിനോടൊന്നും വേണ്ട എന്നവർ പറഞ്ഞില്ല, മറിച്ച് അവർക്ക് അല്ലാഹു നൽകിയ വലിയ നിഅമത്തുകൾ അവർ എടുത്തു പറയുകയാണ്. ആ സന്ദർഭത്തിൽ അതാ റസൂലുള്ളാഹി പറയുകയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹുവിൻ്റെയും മുഅ്മിനീങ്ങൾക്കും ഇടയിലുള്ള ആ മറ അത് നീങ്ങുന്നതാണ്. അല്ലാഹുവിൻ്റെയും മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ആ മറ അതെങ്ങനെയാണ്? മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വഹിജാബുഹു മിൻ നൂർ, അത് പ്രകാശത്തിൽ നിന്നുള്ളൊരു മറയാണ്, അത് നീങ്ങുന്നതാണ്. അങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അവരുടെ റബ്ബിനെ കൺകുളിർക്കെ കാണുന്നതാണ്. അതിനേക്കാൾ വലിയ ആസ്വാദനം അവർക്കിനി ലഭിക്കാനില്ല. റസൂലുള്ളാഹി പറയുന്നു, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അല്ലാഹുവിലേക്ക് നോക്കുന്നതിനേക്കാൾ അല്ലാഹുവെ കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നും അവർക്ക് നൽകപ്പെടുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖാല ഉനാസുൻ, ചില ആളുകൾ അവർ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മൾ റബ്ബിനെ നമ്മൾ കാണുമോ? റസൂലുള്ളാഹി അവരോട് ചോദിക്കുകയാണ്, ഹൽ തുമാറൂന ഫിശ്ശംസി ലൈസ ദൂനഹാ സഹാബുൻ, മേഘങ്ങളില്ലാത്ത ഒരു തെളിഞ്ഞ ആകാശത്തിൽ നിങ്ങൾക്ക് സൂര്യനെ കാണാൻ വല്ല പ്രയാസവും നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കുണ്ടാകാറില്ല. റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുന്നു, ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തൽ ബദർ ലൈസ ദൂനഹു സഹാബുൻ, റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അവരോട് ചോദിക്കുകയാണ്, മേഘങ്ങളില്ലാത്ത രാത്രിയിൽ ആ പൂർണ്ണചന്ദ്രന്റെ ആ രാത്രിയിൽ ആ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് വല്ല തടസ്സവും പ്രയാസവും ഉണ്ടാകാറുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി പറയുകയാണ്, ഫഇന്നകും തറൗനഹു യൗമൽ ഖിയാമത്തി കദാലിക്, എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ ആ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ എത്ര വ്യക്തതയോടെ കണ്ടുവോ അതിനേക്കാൾ വ്യക്തമായി നിങ്ങൾ റബ്ബിനെ കാണുന്നതാണ്. ഇവിടെ എന്തിനെയാണ് ഉപമിച്ചത്? ആ കാഴ്ചയാണ് ഉപമിച്ചത്. അതല്ലാതെ അല്ലാഹു സൂര്യനെ പോലെയാണ്, അല്ലാഹു ചന്ദ്രനെ പോലെയാണ് എന്നല്ല റസൂലുള്ളാഹി സാദൃശ്യപ്പെടുത്തിയത്. മറിച്ച് നിങ്ങൾ അതെത്ര വ്യക്തമായി കാണുന്നുവോ ആ വ്യക്തത പോലെ നിങ്ങൾ ഖിയാമത്ത് നാളിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫഅഅ്ളമു നഈമിൽ ആഖിറതി വലദ്ദാതിഹാ ഹുവ അൻ-നദറു ഇലാ വജ്ഹി റബ്ബി ജല്ല ജലാലുഹു, ആഖിറത്തിലെ ഏറ്റവും വലിയ നിഅമത്ത്, അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. വസമാഉ കലാമിഹി മിൻ, അല്ലാഹുവിന്റെ സംസാരം അവരിൽ നിന്ന് നേരിട്ട് കേൾക്കുക എന്നുള്ളതാണ്. വൽ ഖുർബു മിൻ, അല്ലാഹുവിലേക്ക് അടുക്കുക. ഇതാണ് നാളെ പരലോകത്ത് ഒരു മുഅ്മിനായ വ്യക്തിക്ക് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്തായി ആസ്വാദനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഫഅത്യബു മാ ഫി ദുനിയ മഅരിഫതുഹു വ മഹബ്ബതുഹു, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും വിശിഷ്ടമായ കാര്യം അത് അല്ലാഹുവെ കുറിച്ച് പഠിക്കുക, അല്ലാഹുവെ അറിയുക, അല്ലാഹുവെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. വ അലദ്ദു മാ ഫിൽ ആഖിറതി റുയതുഹു വ മുശാഹദതുഹു, നാളെ പരലോകത്ത് ഏറ്റവും നമുക്ക് കൺകുളിർമയേകുന്ന നമുക്ക് ആസ്വാദ്യമാകുന്ന കാര്യം എന്താണ്? അല്ലാഹുവെ നേരിട്ട് കാണുക, അല്ലാഹുവെ കൺകുളിർക്കെ കാണുക എന്നുള്ള കാര്യമാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന്റെ ഭംഗി എത്രയായിരിക്കും? നമ്മൾ അല്ലാഹുവിനെ കാണുമ്പോൾ, നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവെ കാണുമ്പോൾ അതിനേക്കാൾ സൗന്ദര്യമുള്ള, അതിനേക്കാൾ നമുക്ക് അനുഭൂതി നൽകുന്ന മറ്റൊന്നും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാം, വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ലഭിക്കുന്ന ആ ആസ്വാദനം, ആ ഒരു അനുഭൂതി, അതിനെ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക ശൗഖ ഇലാ ലിഖായിക, നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം അതിനാ നിന്നോട് ചോദിക്കുന്നു എന്ന് ദീർഘമേറിയ ഒരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്നാൽ കാഫിറുകളായ ആളുകൾ അവർക്ക് റബ്ബിനെ കാണാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, ആ ദിവസം കാഫിറുകളായ ആളുകൾ അവർ അവരുടെ റബ്ബിൽ നിന്ന് അവർ മറയിടപ്പെടുന്നവരാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ അവർ മഹ്ശറിൽ വെച്ചും അതുപോലെ സ്വർഗ്ഗത്തിൽ വെച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നതാണ്. സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് അത് അല്ലാഹുവിലേക്കുള്ള നോട്ടമാണ് എന്ന് നാം മനസ്സിലാക്കി. ഇനി മഹ്ശറിൽ അവിടെ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവെ ആരെല്ലാം കാണും? നമ്മൾ പറഞ്ഞു മുഅ്മിനീങ്ങൾ അവരെന്തായാലും കാണും, അത് ഇജ്മാഉള്ള കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിൽ മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? മുഅ്മിനീങ്ങളായ ആളുകൾ അവർ മാത്രമേ മഹ്ശറിൽ വെച്ച് അല്ലാഹുവെ കാണുകയുള്ളൂ. ഇതാണ് ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായക്കാരാണ്. കാഫിറുകളായ ആളുകൾ അവർ ഒരിക്കലും അല്ലാഹുവെ കാണുകയില്ല. രണ്ടാമത്തെ അഭിപ്രായം മുഅ്മിനീങ്ങളായ ആളുകളും അതുപോലെ മുനാഫിക്കുകളായ ആളുകളും അവർ അല്ലാഹുവെ കാണും, പിന്നീട് മുനാഫിക്കുകളിൽ നിന്ന് അത് മറയിടപ്പെടും. മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്താണ്? മുഅ്മിനീങ്ങളും മുനാഫിക്കുകളും അതുപോലെ കുഫാറുകളായ ആളുകളും അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹ്ശറിൽ വെച്ച് കാണും. പിന്നീട് മുനാഫിക്കുകളിൽ നിന്നും അതുപോലെ കാഫിറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറയിടുന്നതാണ്. ഈ ഒരു അഭിപ്രായമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം അവരൊക്കെ ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് അഭിപ്രായങ്ങളും അത് അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിലുള്ള അഭിപ്രായങ്ങളാണ്. ഇതിലൊരു വ്യക്തി ഒരു അഭിപ്രായം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അവൻ മുബ്തദിഅാണ് എന്ന് ചാപ്പ കുത്തേണ്ടതില്ല. ഇത് അഹ്ലുസുന്നക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ ആളുകൾ അവർ അല്ലാഹുവെ കണ്ണുകൊണ്ട് കാണുമെന്ന വിഷയത്തെ അവർ നിഷേധിച്ചവരാണ്, അതല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചവരാണ്. അവർ അതിനെ നിഷേധിക്കുന്ന, അതിന് തെളിവായി പറയുന്ന ഒരു ആയത്താണ് മഹാനായ മൂസ അലൈഹിസ്സലാം അള്ളാഹുമായി നേരിട്ട് സംസാരിച്ച രംഗം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അത് അള്ളാഹു പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് മൂസ അലൈഹിസ്സലാം പറയുന്നു, ഖാല റബ്ബി, എൻ്റെ റബ്ബേ, അരിനീ അൻദുർ ഇലൈക്, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. ആ സമയത്ത് അള്ളാഹു പറയുന്നു, ഖാല ലൻ തറാനി, നീ എന്നെ കാണുകയില്ല തന്നെ. അള്ളാഹുവിൻ്റെ ഈ ആയത്തിൻ്റെ വാക്യം ലൻ തറാനി, നീ എന്നെ കാണുകയില്ല എന്ന വാക്യം, ഇതാണ് ബിദ്അത്തിന്റെ ആളുകൾ തെളിവ് പിടിക്കാറുള്ളത്. ഈ ഒരു ആയത്തിൻ്റെ കഷ്ണം തെളിവ് പിടിച്ചുകൊണ്ട് അവർ പറയും അള്ളാഹുവിനെ ഒരിക്കലും കാണുകയില്ല, ദുനിയാവിൽ വെച്ചും കാണില്ല, ആഖിറത്തിൽ വെച്ചും കാണുകയില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഇതിന് മറുപടിയായി പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്നാമത്തെ മറുപടി എന്താണ്? ആയത്തിൽ വന്നിട്ടുള്ള ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാണുകയില്ല എന്നർത്ഥം ലഭിക്കുകയില്ല. അതിവർ ദുർവ്യാഖ്യാനിച്ചതാണ്, അതല്ലെങ്കിൽ അതവർ പടച്ചുണ്ടാക്കിയതാണ്. അറബി ഭാഷയിൽ ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാണില്ല എന്ന അർത്ഥം ലഭിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ മറുപടിയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മഹാനായ മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിച്ചത് എന്താണ്? അള്ളാഹുവെ, നിന്നെ എനിക്കൊന്ന് കാണണമെന്നാണ്. അപ്പോൾ അള്ളാഹുവെ കാണുക എന്നുള്ള കാര്യം അത് നടക്കുന്ന കാര്യമാണ്, അത് സംഭവിക്കുന്ന കാര്യമാണ്. അത് സംഭവിക്കാത്ത കാര്യമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ആക്ഷേപിക്കപ്പെട്ട ചോദ്യമായിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ആക്ഷേപിക്കുമായിരുന്നു, മൂസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിർക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ചെയ്തില്ല. മറിച്ച് ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവെ കാണില്ല എന്നതാണ് ആ ആയത്തിൻ്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്. കാരണം മൂസ അലൈഹിസ്സലാം അള്ളാഹുവെ കാണാൻ എവിടെ വെച്ചാണ് ചോദിക്കുന്നത്? ദുനിയാവിൽ വെച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുകയില്ല എന്നതാണ് ആ ആയത്തിൻ്റെ അർത്ഥം. അതല്ലാതെ അള്ളാഹുവെ ഒരിക്കലും കാണില്ല എന്ന അർത്ഥം അവിടെ ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു മസലയായി പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്, ഈ ദുനിയാവിൽ വെച്ച് ഒരാളും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഇത്തഫഖ അഇമ്മത്തുൽ മുസ്ലിമീൻ അലാ അന്ന അഹദൻ മിനൽ മുഅ്മിനീൻ ലാ യറല്ലാഹ ബിഐനിഹി ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ഒരാളും തന്നെ ദർശിച്ചിട്ടില്ല എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിത ലോകം ഇജ്മാഉള്ള കാര്യമാണ്, അവർ ഏകാഭിപ്രായമാണ്. മഹാനായ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഖുതുബ നടത്താറുണ്ട്. എന്നിട്ട് ഖുതുബയിൽ ധാരാളമായി ദജ്ജാലിനെ കുറിച്ചും ദജ്ജാലിൻ്റെ ഫിത്നകളെ കുറിച്ചൊക്കെ ഞങ്ങളോട് താക്കീത് നൽകാറുണ്ട്. എന്നിട്ട് ദജ്ജാൽ പറയും, അന നബിയുൻ, ഞാൻ നബിയാണെന്ന് ദജ്ജാൽ പറയും. റസൂലുള്ളാഹി പറയുന്നു, വലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. ദജ്ജാൽ രണ്ടാമതായി പറയും, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. റസൂലുള്ളാഹി പറയുന്നു, വലൻ തറൗ റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങളിൽ ഒരാളും തന്നെ മരിക്കുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല. അപ്പോൾ ദുനിയാവിൽ വെച്ച് ഒരാളും റബ്ബിനെ കാണുകയില്ല എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ് ശൈഖുൽ ഇസ്ലാം
ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഖാല മിനൻ നാസി ഇന്നൽ ഔലിയാ ഔ ഗൈറഹും യറല്ലാഹ ബിഐനിഹി ഫിദ്ദുനിയ. ജനങ്ങളിൽ ആരെങ്കിലും അവർ പറയുകയാണ്, ഔലിയാക്കന്മാർ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് പോലെ കുത്തുബുകൾ അതല്ലെങ്കിൽ അക്താബുകൾ, ഇങ്ങനെ വലിയ വലിയ പദവിയിലെത്തിയ മശായിഖന്മാർ, അവരൊക്കെ അള്ളാഹുവെ കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും ജനങ്ങളിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവെ കണ്ടിട്ടുണ്ട് എന്നവർ പറയുകയാണെങ്കിൽ, ഫഹുവ മുബ്തദിഉൻ, അവൻ മുബ്തദിആണ്, ضالٌ, അവൻ വഴിപിഴച്ചവനാണ്, മുഖാലിഫുൻ ലിൽ കിതാബി വസുന്നതി വഇജ്മാഇ സലഫിൽ ഉമ്മ, ഖുർആനിനോടും സുന്നത്തിനോടും അതുപോലെ സലഫുകളുടെ ഇജ്മാഇനോടും എതിരായവനാണ് അവരെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. പല ത്വരീഖത്തിന്റെ ആളുകളും പല സൂഫി ചിന്താഗതിയുടെ ആളുകൾ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാണാം, അവരുടെ ശൈഖുമാർ അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചത്, അള്ളാഹുവെ കണ്ട കഥകൾ, ഇങ്ങനെ ധാരാളം കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും കാണാം. അതെന്താണ്? അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ ഖുർആനിനോടും സുന്നത്തിനോടും എതിരാകുന്നവരാണ്, അവർ വഴിപിഴച്ചവരാണ്, അവർ മുബ്തദിഅകളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു മസ്അലയായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോയ സന്ദർഭത്തിൽ അള്ളാഹുവെ കണ്ടിരുന്നോ എന്നൊരു മസ്അലയുണ്ട്. അതിലേറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തിലും 3 അഭിപ്രായമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ ഉള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം ആരാണ്? അഹ്ലുസുന്നയ്ക്ക് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരു അഭിപ്രായം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അവനെ മുബ്തദിഅാക്കാൻ തുനിയേണ്ടതില്ല. ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യറ റബ്ബഹു ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. അതാണ് ശരിയായ അഭിപ്രായം എന്ന് നാം തുടക്കത്തിൽ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുകയാണ്, ഹൽ റഅ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബഹു, മുഹമ്മദ് നബി അവിടുത്തെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അവർ പറയുകയാണ്, മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റബ്ബഹു ഫഖദ് കദബ. ആരെങ്കിലും നിന്നോട് പറയുകയാണ് മുഹമ്മദ് നബി തന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും നിന്നോട് പറയുകയാണെങ്കിൽ അത് കളവാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റബ്ബഹു ഫഖദ് അഅദമ അൽ ഫിരിയത അലല്ലാഹ്. മുഹമ്മദ് നബി തന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ ഗുരുതരമായ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം സഹാബിയായ അബൂദറിനോട് പറയുകയാണ്, ലൗ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലസഅൽതുഹു, ഞാൻ റസൂലിനെ കണ്ടിരുന്നുവെങ്കിൽ ഞാനത് ചോദിക്കുമായിരുന്നു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അൻ അയ്യി ശൈഇൻ കുൻത തസ്അലുഹു, നീ എന്ത് കാര്യത്തെക്കുറിച്ചാണ് റസൂലിനോട് ചോദിക്കുക? അദ്ദേഹം പറഞ്ഞു, കുൻതു അസ്അലുഹു, ഞാൻ റസൂലിനോട് ചോദിക്കുമായിരുന്നു, ഹൽ റഅയ്ത റബ്ബക, റസൂലേ താങ്കളുടെ റബ്ബിനെ കണ്ടുകൊണ്ട് കണ്ടിരുന്നോ? അപ്പോൾ സഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദ് സഅൽതു, ഈ ചോദ്യം ഞാൻ റസൂലിനോട് ചോദിച്ചിരുന്നു. ഫഖാല, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, റഅയ്തു നൂറൻ, ഞാനൊരു പ്രകാശമാണ് കണ്ടത്, അള്ളാഹുവെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവെ കണ്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവെ കണ്ടിട്ടുണ്ട്. ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ്. അദ്ദേഹം മുഹമ്മദ് നബി കണ്ടു എന്നാണ് പറയുന്നത്. അവിടെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, നിരുപാധികമായി കണ്ടു എന്ന് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്താണ്? അത്തവക്കുഫ്, ഒന്നും പറയുന്നില്ല. അള്ളാഹുവെ കണ്ടു എന്നോ അതല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നും രണ്ടും പറയുന്നില്ല. ഈ അഭിപ്രായമാണ് സഈദ് ബിൻ ജുബൈർ, ഇമാം ഖുർത്തുബി, ഇമാം ദഹബി ഇതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചത്. കാരണം വ്യക്തമായ തെളിവുകൾ, കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തമായ തെളിവുകളില്ല, അതുപോലെ കണ്ടിട്ടില്ല എന്ന് നിഷേധിക്കുന്ന വ്യക്തമായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞു ഈ വിഷയത്തിൽ? ബൽ നഖൂലു അല്ലാഹു വറസൂലുഹു അഅലം. ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് പറയുകയാണ്, നമ്മൾ എന്ത് പറയും? അള്ളാഹും റസൂലുമാണ് ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ.
ഈ 3 അഭിപ്രായങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിലുള്ളത്. ഇതിൽ ഏറ്റവും ശരിയായത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അഭിപ്രായവും അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായവും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹയുടെ അൻഹുമ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? റസൂല് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അത് റുഅ്യത്തു ഖൽബാൻ, ഹൃദയം കൊണ്ട് കണ്ടു എന്നുള്ളതാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്ന് പറയുന്നതോ അത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. ഇത് രണ്ടിനെയും ജമഅ ചെയ്തുകൊണ്ട്, അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് പറഞ്ഞിട്ടില്ല? കണ്ണുകൊണ്ട് കണ്ടു എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ കാണുക എന്നുള്ള വിഷയത്തിൽ പ്രധാനമായും നമുക്ക് ജനങ്ങളെ 3 വിഭാഗമായി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ ദുനിയാവിലും കാണില്ല, പരലോകത്തും കാണില്ല. അവരാണ് ജഹ്മികളും മുഅ്തസിലകളും റാഫിദികളും. ഇവർ ഈ ദുനിയാവിലും കാണില്ല, ആഖിറത്തിലും കാണില്ല, 2 സ്ഥലത്തും അവർ നിഷേധിച്ചവരാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ പറഞ്ഞു ദുനിയാവിലും കാണും, ആഖിറത്തിലും കാണും. അതാണ് സൂഫികൾ. അവർ അവരുടെ ശൈഖ്മാരെ കുറിച്ച് പറഞ്ഞ കഥകൾ, അള്ളാഹുവെ കുറിച്ച് പറഞ്ഞ കഥകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ അംശമുണ്ട്, അള്ളാഹുവിനെ കാണാമെന്ന് പറയുന്ന അത്തരത്തിലുള്ള അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആളുകളുണ്ട്. വളരെ പിഴച്ചുപോയ വിഭാഗമാണവർ. മൂന്നാമത്തെ വിഭാഗം അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അവരുടെ വിശ്വാസം എന്താണ്? ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവെ കണ്ണുകൾ കൊണ്ട് കാണുക സാധ്യമല്ല, എന്നാൽ പരലോകത്ത് വെച്ച് അള്ളാഹുവെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഈ മസ്അലയെ മൊത്തത്തിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 3 വിഭാഗം ആളുകളാണ് ഉള്ളത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഖദ് യുൻകിറുൽ ജഹ്മിയു, ജഹ്മികൾ ഈ കാര്യത്തെ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ റുഅ്യത്തിനെ നിഷേധിക്കുന്നവരാണ്. എന്നാൽ അതിനുള്ള അള്ളാഹുവിൻ്റെ റുഅ്യത്തുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന, അതിനെ സത്യപ്പെടുത്തുന്ന, അതിനെ ശരിവെക്കുന്ന വ്യക്തമായ ഹദീസുണ്ട്. ഹദീസുൻ മുസരിഹു, വ്യക്തമായ ഹദീസ് നമ്മുടെ പക്കലുണ്ട്. ആ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല, അത്രയും വ്യക്തമാണ് ആ ഹദീസുകൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, മൻ യുൻകിറു അർ-റുഅ്യത ഫഹുവ ജഹ്മിയുൻ, അള്ളാഹുവിൻ്റെ റുഅ്യത്തിനെ നിഷേധിക്കുന്നവൻ അവൻ ജഹ്മിയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, അള്ളാഹുവിൻ്റെ റുഅ്യത്തിനെ കുറിച്ചുള്ള ഹദീസ്, അതിനെക്കുറിച്ച് പറയുകയാണ്, ഹാദൽ ഹദീസു മിൻ അസഹിൽ അഹാദീസ് അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്ത് ഏറ്റവും സ്വീകാര്യമായ ഹദീസുകളിൽപ്പെട്ട ഹദീസാണിത്, അള്ളാഹുവിൻ്റെ റുഅ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസ്. ധാരാളം സഹാബത്ത് ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിനെ നിഷേധിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒട്ടനവധി സഹാബികൾ ഉദ്ധരിച്ച കളവിന് സാധ്യതയില്ലാത്ത ഹദീസുകൾക്കാണ് എന്ത് പറയുക? മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുക. ആ മുത്തവാത്തിറായ ഹദീസ് അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവെ കാണും മുഅ്മിനീങ്ങൾ, അവരുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവെ കാണും എന്ന് പറയുന്ന ഹദീസുകളെല്ലാം അത് മുത്തവാത്തിറായ ഹദീസുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് അടുത്ത വരിയിൽ ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് പറയുന്നത്, റവാഹു ജരീറുൻ, ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു ജരീർ. ആരാണ് ജരീർ? മഹാനായ സഹാബി ജരീർ ബിൻ അബ്ദില്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാത്രമല്ല ധാരാളം സഹാബത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറയും ജാബിർ ബിൻ അബ്ദില്ലാഹ്, അബൂ മുസ അശ്അരി എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി സഹാബത്ത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ മഖാലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയിലേക്ക് ചേർത്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ വാക്കായിക്കൊണ്ട് മഹാനായ ജരീർ ബിൻ അബ്ദില്ലാഹ് ആ ഹദീസ് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഖുൽ, നീ പറയുക, നീ വിശ്വസിക്കുക, മിസ്ലമാ ഖദ് ഖാല ഫീ ദാക തൻജഹു, അള്ളാഹുവിൻ്റെ റുഅ്യത്തിനെ കുറിച്ച് റസൂലുള്ളാഹി എന്ത് പറഞ്ഞുവോ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി എന്ത് പറഞ്ഞുവോ അതുപോലെ നീ പറയുക, എങ്കിൽ നിനക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അത് സ്ഥിരപ്പെടുത്താൻ അതിനുള്ള മാർഗം എന്താണ്? ഖുർആനിലും സുന്നത്തിലും എന്ത് വന്നുവോ അതാണ് നാം സ്ഥിരപ്പെടുത്തുകയും നാം വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, നസിഫുല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അവനെക്കുറിച്ച് വിശേഷിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അത് നാമും അള്ളാഹുവെക്കുറിച്ച് വിശേഷിപ്പിക്കും. ഔ വസഫഹു ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അള്ളാഹുവെക്കുറിച്ച് റസൂലുള്ളാഹി അറിയിച്ചു നൽകിയ കാര്യങ്ങൾ, റസൂലുള്ളാഹി വിശേഷിപ്പിച്ച കാര്യങ്ങൾ അതും നാം വിശേഷിപ്പിക്കും. ലാ യതജാവസുൽ ഖുർആന വൽ ഹദീസ്, ഖുർആനും ഹദീസും അത് നാം വിട്ടുകടക്കുകയില്ല, അതിലില്ലാത്ത കാര്യങ്ങൾ നാം പറയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇനി മഹാനായ ജരീർ ബിൻ അബ്ദില്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണ്? അദ്ദേഹം പറഞ്ഞു, കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഫനളറ ഇലൽ ഖമരി ലൈലതൻ, അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ ചന്ദ്രനുള്ള ആ രാത്രിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ എത്ര വ്യക്തതയോടെ നിങ്ങൾ കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുന്നതാണ്. എന്നിട്ട് പറയുന്നു, ലാ തുദാമ്മൂന ഫീ റുയതിഹി, ആ കാഴ്ചയിൽ ലാ തുദാമ്മൂൻ, ഇതിന് 3 ബബത്തുകളുണ്ട്. അഥവാ ആ വാക്കിനെ 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ലാ തുദാമൂൻ, ലാ തുദാമൂൻ, മീമിന് ശദ്ദില്ലാതെ ലാ തുദാമൂൻ ബിതഖ്ഫീഫിൽ മീം മിന അദ്ദൈമി വഹുവ അദ്ദുൽ, അഥവാ അല്ലാഹുവിനെ കാണുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും നേരിടേണ്ടി വരില്ല. ചില ആളുകൾ കാണും, മറ്റു ചിലർ കാണുകയില്ല. അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു വിവേചനം കൽപ്പിക്കപ്പെടുകയില്ല, എല്ലാവരും കാണും. അതാണ് ലാ തുദാമൂൻ എന്നതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ലാ തുദാമ്മൂൻ, മീമിന് ശദ്ദ് കൊടുത്തിട്ടും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലാ തുദാമ്മൂൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരിക? അള്ളാഹുവിനെ കാണുന്ന കാര്യത്തിൽ അതെല്ലാവർക്കും ഒരുപോലെ അത് വ്യക്തതയുണ്ടാകും, നിങ്ങൾക്കിടയിൽ ആർക്കും എന്തുണ്ടാവില്ല, അതിൽ സംശയം അവിടെ അവശേഷിക്കുകയില്ല. മൂന്നാമത്തേതാണ് ലാ തലാമ്മൂൻ, താഇന് ഫതഹായിട്ട് വായിക്കുക, ലാ തലാമ്മൂൻ, അഥവാ അള്ളാഹുവെ കാണുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം തിക്കും തിരക്കുമൊന്നും കൂട്ടേണ്ടതില്ല. മാസപ്പിറവി കാണാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നത് പോലെ അള്ളാഹുവിനെ കാണാൻ എന്താക്കേണ്ടതില്ല, തിക്കും തിരക്കും കൂട്ടേണ്ടത് വരില്ല. അത്രയും വ്യക്തമായിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 വാക്കുകൾ അതിൻ്റെ മബത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വ്യക്തമായി കാണും. അവിടെ എന്താക്കേണ്ടതില്ല, കാണുന്നതിന് തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല, എല്ലാവരും വ്യക്തമായി കാണും. അതുപോലെ ചിലർ കാണും, മറ്റു ചിലർ കാണിക്കപ്പെടുകയില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയും അവിടെ വരുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ നോട്ടം ലഭിക്കണമെങ്കിൽ അതിനുള്ളൊരു പ്രവർത്തനം, അതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള നമസ്കാരം, അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള നമസ്കാരം, അത് രണ്ടും മുറ പോലെ നിങ്ങൾ നിർവഹിക്കുക. സുബ്ഹ് നമസ്കാരവും അസ്ർ നമസ്കാരവും അത് കൃത്യമായി അതിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ നിർവഹിക്കുക. ഇത് അള്ളാഹുവിൻ്റെ റുയത്ത് ലഭിക്കാനുള്ള ഒരു കാരണമായി, ഒരു പ്രവർത്തനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ സുബ്ഹ് ജമാഅത്തിൻ്റെയും അസ്ർ ജമാഅത്തിൻ്റെയും ശ്രേഷ്ഠത ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് പൂർണ്ണ ചന്ദ്രനെ കാണുന്ന വ്യക്തത പോലെ നിങ്ങൾക്ക് അള്ളാഹുവെ കാണാൻ പറ്റും. ആ സമയത്ത് സഹാബത്തിൻ്റെ മനസ്സിൽ എന്തുണ്ടാവും? അള്ളാഹുവെ കാണാനുള്ള അവരുടെ ആഗ്രഹമുണ്ടാകും. ആ സഹാബത്ത് അവർ അള്ളാഹുവെ കാണാനുള്ള മാർഗം എന്താണ്, ആ അള്ളാഹുവെ കാണാനുള്ള വഴി എന്താണ്, അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന ചോദ്യം അവരുടെ ഹൃദയത്തിലുണ്ട്. അതിനുള്ള മറുപടിയാണെന്ത്? റസൂലുള്ളാഹി തൊട്ടുടനെ തന്നെ, അവർ ചോദിക്കാതെ തന്നെ അവരുടെ ഉത്തരം, അവർക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എൻ്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾ അവർ ദീനിൻ്റെ വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ദീനിൻ്റെ വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതല്ലാതെ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ ദീൻ ഉപേക്ഷിച്ചു പോവുകയല്ല. അപ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ഈ സമയത്ത് സഹാബത്തിന്റെ മനസ്സിൽ എന്തുണ്ടാകും? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നവരുടെ മനസ്സിൽ ചോദ്യമുണ്ടാകും. പക്ഷേ ആ ചോദ്യം അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അതിനുള്ള മറുപടി റസൂലുള്ളാഹി പറയുകയാണ്, ഫഅലൈകും ബിസുന്നതി. ആ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. സച്ചരിതരായ ഖുലഫാഉർ റാഷിദീൻ അവരുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിനോടുള്ള നസീഹത്താണ് ഈ സംഭവത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരുടെ ഹൃദയത്തിലുള്ള ആ ചോദ്യം, അവർ ചോദിക്കാൻ സാധ്യതയുള്ള ആ കാര്യം, അതിനെക്കുറിച്ച് അവർക്ക് മുൻകൂട്ടി അതിനെക്കുറിച്ചുള്ള ഉത്തരം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ റുയത്തുമായി ബന്ധപ്പെട്ട 4 വരികളാണ് ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വരികൾക്കിടയിൽ അദ്ദേഹം ഒരു വരി പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ വരി? വലൈസ ബിമൗലൂദിൻ, അള്ളാഹു ജനിച്ചവനല്ല. വലൈസ ബിവാലിദിൻ, അള്ളാഹു ഒരാളുടെയും പിതാവല്ല.
വലൈസ ലഹു ശിബ്ഹുൻ, അള്ളാഹുവിന് തുല്യനായി ആരും തന്നെയില്ല. എന്തിനാണ് അള്ളാഹുവിൻ്റെ റുഇയ്യത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്? എന്തിനാണ് പണ്ഡിതന്മാർ അതിന് മറുപടി പറയുന്നതായി കാണാം, ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. കാരണം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ, ആ വ്യക്തത പോലെ നിങ്ങൾ അള്ളാഹുവെ കാണും. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ ഇടയിൽ എന്ത് കടന്നു വരാൻ സാധ്യതയുണ്ട്? അദ്ദേഹം അള്ളാഹുവെ ചന്ദ്രനുമായി ഉപമിച്ചു, അള്ളാഹുവെ സദൃശ്യപ്പെടുത്തി എന്നൊരു ധാരണ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സാധ്യതയെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ റുഇയ്യത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വരി അദ്ദേഹം അവിടെ പ്രവേശിപ്പിച്ചത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് അതൊരിക്കലും സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലല്ല എന്നും ഇതിലൂടെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഖാഇദ, ഒരു അടിസ്ഥാനമുണ്ട്. എന്താണത്? ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല മൗസൂഫുൻ ബിൽ ഇസ്ബാതി വൻ നഫി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇസ്ബാത്ത് കൊണ്ടും നഫി കൊണ്ടും അവൻ വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. എന്താണ് ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് നഫി എന്ന് പറഞ്ഞാൽ? അതാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നത്. കാരണം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് എന്താണ്? വലൈസ ബിമൗലൂദിൻ, അല്ലാഹു എന്നല്ല, അല്ലാഹു ജനിച്ചവനല്ല, അല്ലാഹുവിനെ നിഷേധിക്കുകയാണ്, നഫിയാണ്. അതുപോലെ തന്നെ വലൈസ ബിവാലിദിൻ, അല്ലാഹു ആരുടെയും പിതാവല്ല, അവിടെ അല്ലാഹു അദ്ദേഹം എന്താണ്? നിഷേധിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് രണ്ട് രൂപത്തിലാണ് വരിക. ഒന്നാമത്തേത് എന്താണ്? അസ്സുബൂതിയ്യ എന്ന് പറഞ്ഞാൽ മാ അസ്ബതഹു അല്ലാഹു തആല ലിനഫ്സിഹി ഫീ കിതാബിഹി ഔ അലാ ലിസാനി റസൂലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങൾ, വിശേഷണങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിന് ഉണ്ട് എന്ന് അറിയിച്ചു നൽകിയ കാര്യങ്ങൾ, ഇതിനാണെന്ന് പറയുക അസ്സിഫാത്തു അസ്സുബൂതിയ്യ, അൽ ഇസ്ബാത്ത് എന്ന് പറയുക. അള്ളാഹുവിന് ഉണ്ട് എന്ന് പറയുന്ന എല്ലാ വിശേഷണങ്ങളും എല്ലാ സിഫാത്തുകളും അതെന്താണ്? അത് പരിപൂർണതയുടെ സിഫാത്തുകളാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അധികവും ഇത്തരത്തിലുള്ള വിശേഷണങ്ങളാണ്, അസ്സുബൂതിയ്യയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അൽ ഹയാത്ത്, ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ അൽ ഹയ്യ്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. വതവക്കൽ അലൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ നിങ്ങൾ തവക്കുലാക്കുക. അള്ളാഹുവിൻ്റെ മറ്റൊരു വിശേഷണമാണ് അൽ ഇൽം, അള്ളാഹു ഇൽമുള്ളവനാണ്, അറിവുള്ളവനാണ്, എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ്. വഅന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹു അറിയും. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അതുപോലെ അള്ളാഹു അവൻ അർശിൽ ഇസ്തിവാ ചെയ്തവനാണ്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, ഇതെല്ലാം എന്താണ്? അള്ളാഹു അവന് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ വിശേഷണങ്ങളാണ്. അൽ സുബൂതിയ്യ, അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും, അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് വജ്ഹ് എന്ന സിഫത്തുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക്, അള്ളാഹുവിന് കരമുണ്ട്. ബൽ യദാഹു മബ്സൂതതാൻ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കും, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കും. ഇതൊക്കെ അള്ളാഹു അവന് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെന്താണ്? അതുപോലെ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ നാം അത് വിശ്വസിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം എന്താണ്? അസ്സൽബിയ. അസ്സൽബിയ എന്ന് പറഞ്ഞാൽ മാ നഫാഹ അല്ലാഹു സുബ്ഹാനഹു അൻ നഫ്സിഹി ഫീ കിതാബിഹി ഔ അലാ ലിസാനി റസൂലിഹി, വിശുദ്ധ ഖുർആനിലൂടെയോ അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിൻ്റെ നാവിലൂടെയോ അവന് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു അവന് ഇല്ല എന്ന് പറഞ്ഞ നിഷേധിച്ച കാര്യങ്ങൾ. അങ്ങനെ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എന്തായിരിക്കും? അതെല്ലാം ന്യൂനതകളുടെ, പോരായ്മകളുടെ വിശേഷണങ്ങളായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇല്ല എന്ന് നിഷേധിച്ച പല കാര്യങ്ങളുമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ തഅഖുദുഹു സിനത്തുൻ, അള്ളാഹുവിന് എന്തില്ല? സിനത്തില്ല, സിനത്ത് അവനെ പിടികൂടുകയില്ല. സിനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കത്തിൻ്റെ തുടക്കം, ആരംഭം, അതാണെന്ന് പറയുക സിനത്തുൻ. മലയാളത്തിൽ തൂക്കി ഉറക്കം, മയക്കം എന്നൊക്കെ പറയും. വലാ നൗം, അള്ളാഹുവിന് ഉറക്കമില്ല. ഇതൊക്കെ അള്ളാഹു നിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ഒരടുമണി തൂക്കം ദുൽമ ചെയ്യാത്തവനാണ്, അതിക്രമം ചെയ്യാത്തവനാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇല്ല എന്ന് പറഞ്ഞ നിഷേധിച്ച ധാരാളം സിഫാത്തുകളുണ്ട്. അത് നാമും അതേ രൂപത്തിൽ തന്നെ അത് നിഷേധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങൾ രണ്ട് രൂപത്തിലാണ് വരിക. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങൾ, അതാണ് ബഹുഭൂരിപക്ഷവും. അങ്ങനെയുള്ള വിശേഷണങ്ങളെല്ലാം എന്തായിരിക്കും?
പരിപൂർണമായ അർത്ഥമുള്ളതായിരിക്കും. അതിൽ യാതൊരു ന്യൂനതകളോ പോരായ്മകളോ ഒന്നും കണ്ടെത്തുക സാധ്യമല്ല. രണ്ടാമത്തെ ഇനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നിഷേധിച്ച കാര്യങ്ങൾ. ഈ നിഷേധിച്ച കാര്യങ്ങൾ അത് നാം നിഷേധിക്കുന്ന സന്ദർഭത്തിൽ നാം എന്ത് ചെയ്യണം? അള്ളാഹു ഏത് കാര്യത്തെയാണോ നിഷേധിച്ചത് അതിൻ്റെ നേർ വിപരീതത്തെ പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിന് നമ്മൾ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തണം. ഇപ്പോൾ ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ നിങ്ങൾ തവക്കുലാക്കുക. അല്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്തവനാണ്. അള്ളാഹു നിഷേധിക്കുകയാണ് മരണത്തെ. അപ്പോൾ അള്ളാഹു മരണത്തെ നിഷേധിക്കുമ്പോൾ നാം എന്ത് സ്ഥിരപ്പെടുത്തണം? അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. മരണത്തിൻ്റെ വിപരീതം എന്താണ്? ജീവിതമാണ്. ആ ജീവിതം എന്ന വിശേഷണം അള്ളാഹുവിന് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ദുൽമ് ചെയ്യുകയില്ല. വലാ യദ്ലിമു റബ്ബുക അഹദ. ഇത് നാം നിഷേധിക്കുമ്പോൾ ആ ദുൽമിൻ്റെ നേരെ വിപരീതമാണെന്ത്? അൽ അദിൽ, നീതി. അള്ളാഹു അങ്ങേയറ്റം നീതി നിറഞ്ഞവനാണ് എന്ന് നാം എന്താക്കണം? സ്ഥിരപ്പെടുത്തണം. കാരണം കേവലം നിഷേധിക്കുക എന്നുള്ളത് എന്തല്ല, അതൊരു പരിപൂർണതയല്ല. ഉദാഹരണമായി ഒരു കഴിവില്ലാത്ത ഒരാൾ, അശക്തനായ ഒരാൾ, അവനെക്കുറിച്ച് ഞാൻ പറയുകയാണ് അവന് അടിപിടി കൂടാത്തവനാണ് എന്ന് പറഞ്ഞാൽ അത് അവനുള്ള പ്രശംസയാണോ? അല്ല, കാരണം അവനതിന് കഴിയില്ല. അതുപോലെ ഒരു നിർജീവമായ വസ്തുവിനെക്കുറിച്ച് ഞാൻ പറയുകയാണ് ഈ ചുമര് അതൊരാളോടും ദുൽമ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അതെന്തല്ല? പരിപൂർണതയല്ല. അതുകൊണ്ട് കേവലമായ ഒരു നിഷേധം അതെന്തല്ല? അതൊരു പൂർണ്ണതയെ അറിയിക്കുന്നില്ല. അതിൻ്റെ നേർ വിപരീതമായ സിഫത്തിനെ അള്ളാഹുവിന് പരിപൂർണമായ തോതിൽ നാം എന്താക്കണം? സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ കവിതയിൽ പറഞ്ഞതുപോലെ വലൈസ ബിമൗലൂദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അല്ലാഹു ഏകനാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന് തുടക്കമില്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവന് ഒടുക്കമില്ല, അവൻ എന്തെന്നും നിലനിൽക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണിത്, അൽ അവ്വലു വൽ ആഖിർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ഹുവൽ അവ്വലു വൽ ആഖിർ. ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം അല്ലാഹുമ്മ അൻതൽ അവ്വൽ, അള്ളാഹുവേ നീയാണ് അൽ അവ്വൽ, ആദ്യമേ ഉള്ളവൻ, തുടക്കമില്ലാത്തവൻ, ആരംഭമില്ലാത്തവൻ നീയാണ്. റസൂൽ അത് വിശദീകരിക്കുകയാണ്, ഫലൈസ ഖബ്ലക ശൈ, നിനക്ക് മുൻപ് ഒന്നുമില്ല. വ അൻതൽ ആഖിർ, നീയാണ് അവസാനത്തേത്. ഫലൈസ ബഅദക ശൈഉൻ, നിനക്ക് ശേഷം ഒന്നുമില്ല, അഥവാ നീയാണ് എന്നെന്നും നിലനിൽക്കുന്നവൻ. അപ്പോൾ അള്ളാഹു അവൻ ആരുടെയും സന്താനമായി ജനിച്ചവനല്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും പിതാവല്ല. എന്നാൽ സൃഷ്ടികളുടെ കാര്യം അങ്ങനെയാണോ? അങ്ങനെയല്ല. അവർക്കൊരു തുടക്കമുണ്ട്, അവർക്കൊരു ഒടുക്കമുണ്ട്. മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യന് അവനൊന്നുമല്ലാതിരുന്നൊരു കാലം അവൻ്റെ മുൻപിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബീജത്തിൽ നിന്ന് അവനെ അള്ളാഹു സൃഷ്ടിക്കുകയാണ്. എന്നിട്ടോ അവനൊരു ഒടുക്കമുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂലോകത്തുള്ളതെല്ലാം നശിക്കും. ആര് മാത്രമാണ് ബാക്കിയാകുന്നത്? അള്ളാഹുവിൻ്റെ മുഖം മാത്രമാണ് ബാക്കിയാകുന്നത്. കുല്ലു ശൈഇൻ ഹാലികുൻ, എല്ലാം നശിക്കാനുള്ളതാണ്. അപ്പോൾ സൃഷ്ടികളായവർ അവർക്കൊരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങനെയല്ല. അതുപോലെ തന്നെ വലൈസ ബിവാലിദിൻ, അള്ളാഹു എന്നല്ല, ആരുടെയും പിതാവല്ല. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ലം യലിദ് വലം യൂലദ്, അള്ളാഹു അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല. അതുപോലെ അള്ളാഹു ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. മറ്റൊരായത്തിൽ കാണാം ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹായ അള്ളാഹു അവൻ ഏകനാകുന്നു. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അവനൊരു സന്താനമുണ്ടാവുക എന്നുള്ളതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണ്. അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞത് എന്താണ്? ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, അള്ളാഹു എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട്. വജഅലനീ നബിയ്യ, അള്ളാഹു എന്നെ നബിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഈസാ അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞതായി കാണാം, വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂ, എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്, ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക എന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി കാണാം. അള്ളാഹു പറയുന്നു ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറയുന്ന ആളുകൾ, ക്രിസ്ത്യാനികൾ, അവരെക്കുറിച്ച് പറയുകയാണ് അവർ കാഫിറുകളായിരിക്കുന്നു. അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടിച്ചേർന്നതാണ് ദൈവം. അതാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. പിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, അതുപോലെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ. ഇത് മൂന്നും കൂടിച്ചേർന്നതാണ്
അത് മൂന്നും ഒന്നാണ്, അതാണ് ദൈവം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകൾ അവർ കാഫിറുകളായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹായ അള്ളാഹു അവൻ ഏകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യൻ അവൻ എന്നെ ചീത്ത പറഞ്ഞിരിക്കുന്നു. എന്താണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞത്? എന്താണ്? അള്ളാഹു പറയുകയാണ്, വഅമ്മാ ശത്മുഹു ഇയ്യായ, അവൻ എന്നെ ചീത്ത പറഞ്ഞത് ഫഖൗലുഹു, അവന്റെ ഈ വാക്കാണ്, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. അശ്ശത്ം എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ കുറിച്ച് ന്യൂനതകൾ, പോരായ്മകൾ ആക്ഷേപിക്കുക, അതാണ് ശത്ം എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഅനൽ അഹദുസ് സമദ്, ഞാൻ ഏകനാണ്, ഞാൻ ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്. ലം അലിദ് വലം ഊലദ്, ഞാൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ഞാൻ ആരുടെയും സന്തതിയായി ജനിച്ചവനുമല്ല. വലം യകുല്ലി കുഫുവൻ അഹദുൻ, എനിക്ക് തുല്യനായി ഒരാളുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഈ വരിയിലൂടെ മഹാനായ ഇബ്നു അബീ ദാവൂദ് റഹിമഹുള്ള അദ്ദേഹം ആർക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത്? പ്രധാനമായും 3 വിഭാഗം ആളുകളാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ ക്രൈസ്തവരാണ്. അവർ പറഞ്ഞു മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്താനമാണെന്ന് അവർ പറഞ്ഞു. രണ്ടാമത്തേത് യഹൂദികളാണ്. അവർ പറഞ്ഞു ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്നവർ പറഞ്ഞു. അള്ളാഹു പറയുകയാണ്, ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അതവരുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ കേവലം വാക്കുകൾ മാത്രമാണ്, യാതൊരു തെളിവില്ലാത്ത, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കേവലം ചില വാക്കുകൾ മാത്രമാണ്. ഇതാണ് യഹൂദികൾ. രണ്ടാമത്തേത് നസാറാക്കൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവർ മുശ്രിക്കുകളാണ്. മുശ്രിക്കുകൾ എന്ത് പറഞ്ഞു? അൽ മലായികതു ബനാതുല്ലാഹ്, മലക്കുകൾ അവർ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് മുശ്രിക്കുകളായ ആളുകൾ അവർ വാദിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുകയാണ്, വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ അവരെന്താക്കി? അള്ളാഹുവിന്റെ പെൺമക്കളാക്കിയിരിക്കുന്നു. ഇവിടെ അത്ഭുതം എന്താണ്? അവർ അള്ളാഹുവിന് പെൺമക്കളെ നിശ്ചയിച്ചു, എന്നിട്ടോ അവർക്ക് പെൺമക്കൾ ഉണ്ടാകുന്നത് അവരെന്താക്കി? അങ്ങേയറ്റം വെറുക്കുകയും ചെയ്തു. അള്ളാഹു പറയുകയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസലൻ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, അവർ അള്ളാഹുവിന് ഉപമയായി പറഞ്ഞ കാര്യം, അള്ളാഹുവിന് പെൺകുഞ്ഞുണ്ട് എന്നവർ പറഞ്ഞു, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നവർ പറഞ്ഞു. എന്നാൽ ആ പെൺമക്കളെ കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാലോ അവരുടെ മുഖം അത് കരുവാളിച്ചതാകും. അവർ ഭയങ്കരം ഉത്കണ്ഠയോടുകൂടി അവർ അതിനെ കാണുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വയജഅലൂന ലില്ലാഹിൽ ബനാത്, അവർ അള്ളാഹുവിന് പെൺമക്കളെ സ്ഥാപിക്കുകയാണ്. വലഹും മാ യസ്തഹൂൻ, എന്നാലോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി സ്വീകരിക്കുകയാണ്. അഥവാ ആൺമക്കളെ അവർ ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ ഇഷ്ടപ്പെടാത്ത പെൺമക്കൾ അള്ളാഹുവിനുണ്ട് എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ചോദിച്ചതായി കാണാം, അലകുമുദ് ദക്കറു വലഹുൽ ഉൻസ, സന്താനമായി നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണുമാണോ? അതുപോലെ തന്നെ അം ലഹുൽ ബനാതു വലകുമുൽ ബനൂൻ, അവന് അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്കുള്ളത് ആൺമക്കളുമാണോ? അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. വയജഅലൂന ലില്ലാഹി മാ യക്റഹൂൻ, നിങ്ങൾ സ്വന്തത്തിന് വെറുക്കുന്ന കാര്യം അത് നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ നിശ്ചയിക്കുകയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാം. അതുപോലെ ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം അടുത്തതായി പറഞ്ഞതാണ്, വലൈസ ലഹു ശിബ്ഹുൻ, അള്ളാഹുവിന് തുല്യനായി ഒരാളുമില്ല. ഇവിടെ ശിബ്ഹ് എന്ന പദത്തെക്കാൾ ഏറ്റവും അനുയോജ്യമായത് എന്താണ്? വലൈസ ലഹു കുഫൂൻ, കാരണം ഖുർആനിൽ വന്ന വാക്ക് എന്താണ്? കുഫൂൻ എന്നാണ്. വലൈസ ലഹു കുഫൂൻ. അതേപോലെ വലൈസ ലഹു മിസ്ലുൻ എന്നും പറയാം. വിശുദ്ധ ഖുർആനിൽ വന്ന വാക്കാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിന് തുല്യനായി ഒരാളും തന്നെയില്ല, അള്ളാഹുവെ പോലെ എന്ന് പറയാൻ ഒന്നുമില്ല. ഹൽ തഅലമു ലഹു സമീയ ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയാൻ പാടില്ല, അള്ളാഹുവെ പോലെ എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. അതാണ് ഈ വരിയിലൂടെ ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉന്നതനായിരിക്കുന്നു. അവന്റെ അസ്തിത്വത്തിലും അവന്റെ മഹത്വത്തിലും അവന്റെ അധികാരത്തിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം തിരിച്ചറിയുകയും അവൻ അങ്ങേയറ്റം പരിശുദ്ധപ്പെടുത്തപ്പെടേണ്ടവനാണ്. നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തണം. സുബ്ഹാനല്ലാഹ് എന്ന് നാം പറയാറുണ്ട്. എന്താണ് സുബ്ഹാനല്ലാഹയുടെ അർത്ഥം? എന്താണ്? തൻസീഹുല്ലാഹി അനിൻ നഖായിസി വൽ ഉയൂബ്, അള്ളാഹുവിനെ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അതാണ് ഇതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അള്ളാഹു അവൻ പരിശുദ്ധനാണ്. അള്ളാഹുവെ കുറിച്ച് ധാരാളം ആളുകൾ പലതും
പറയുന്നുണ്ട്. അള്ളാഹുവിന് സന്താനമുണ്ട്, അള്ളാഹുവെ കുറിച്ച് മോശമായ പല വിശേഷണങ്ങളും പറയുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ വിശേഷണങ്ങളുള്ളവനാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ അത് പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.